ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് കശ്മീർ സ്വദേശി അറസ്റ്റിൽ. അന്വേഷണം ഊർജിതമാക്കി ദേശീയ അന്വേഷണ ഏജൻസി. ഹരിയാനയിൽ ഇന്ന് നടക്കുന്ന വടക്കൻ മേഖല കൌൺസിൽ യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ബീഹാർ നിയമസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 243 അംഗങ്ങളുടെ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി. കേരളത്തിൽ കണ്ണൂരിലെ ബൂത്ത് ലെവൽ ഓഫീസറുടെ മരണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മരണം SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം മൂലമല്ലെന്ന് ജില്ലാ കളക്ടർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. GT ഓപ്പൺ ഇൻഡോർ വേൾഡ് സീരീസ് അമ്പെയ്ത്തിലെ പുരുഷ കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യൻ താരം കുശാൽ ദലാലിന് സ്വർണം. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ചുവപ്പുകോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനക്കേസിൽ കശ്മീർ സ്വദേശി ആമിർ റഷീദ് അലിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ചാവേറായിരുന്ന ഉമർ നബിയുമായി ആമിർ റഷീദ് അലി ഗൂഢാലോചന നടത്തിയെന്നും സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനം ഇയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്നും NIA അറിയിച്ചു. ഡൽഹി സ്ഫോടനത്തിൽ 10 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 25 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹരിയാനയിലെ ഫരീദാബാദിൽ ഇന്ന് നടക്കുന്ന വടക്കൻ മേഖല കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ, ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ബീഹാർ നിയമസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 243 അംഗങ്ങളുടെ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനോദ് സിംഗ് ഗുഞ്ചിയാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 2 ദിവസത്തിന് ശേഷം പറ്റ്നയിലെ രാജ്ഭവനിലെത്തിയാണ് പട്ടിക കൈമാറിയത്. NDAയിലെ 202 പേരും മഹാഗഡ്ബന്ധനിലെ 34 പേരും പട്ടികയിൽ ഉൾപ്പെടുന്നു. പ്രകൃതിക്ക് അനുയോജ്യമാം വിധം നൂതന സാങ്കേതിക വിദ്യകൾ, നൂതന വസ്തുക്കൾ, ഉൽപാദന രീതികൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പ്ലാസ്റ്റിക്കിന്റെ സമ്പൂർണ്ണ പുനരുപയോഗം ഉറപ്പാക്കുന്നതിലേക്ക് നിർണായകമായ ചുവടുവയ്പ് നടത്തണമെന്നും വ്യവസായ മേഖലയിലുള്ളവരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. മുംബൈയിൽ പ്ലാസ്റ്റിക് കയറ്റുമതിക്കായുള്ള പ്രൊമോഷൻ കൌൺസിൽ പ്ലക്സ്കോൺസിലിന്റെ പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Hopefully the EU agreement and the US agreement will also get finalized soon and you will be able to export larger volumes. I think if we all collectively make it a mission that we are not going to allow any waste to go waste, but in fact capture value out of that waste, it can make a big difference to the future of our industry, particularly the future of our exports. കേരളത്തിൽ കണ്ണൂർ പയ്യന്നൂർ മണ്ഡലത്തിലെ 18-ാം നമ്പർ ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിന്റെ മരണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മരണം SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം കൊണ്ടല്ലെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. അംഗൻവാടി അധ്യാപകരെ BLO-മാരായി മാറ്റിയതിന്റെ ഭാഗമായാണ് ആലപ്പടമ്പ് കുന്നരു UP സ്കൂളിലെ ഓഫീസ് അറ്റൻഡന്റായ അനീഷിനെ ചുമതലയേൽപ്പിച്ചത്. അതേസമയം BLO-യുടെ മരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് FETO ആവശ്യപ്പെട്ടു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങൾക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ തെറ്റായ വിവരങ്ങൾ നിർമ്മിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടിയുണ്ടാകും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരെ നിയോഗിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരെയാണ് ചെലവ് നിരീക്ഷകരായി നിയമിച്ചിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മാസം 21 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ ആകുക. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്ക് അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പെരുമാറ്റച്ചട്ടം കർശനമാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
മതം, വംശം, ജാതി, സമുദായം തുടങ്ങിയവയുടെ പേരിൽ സംഘർഷമോ ഭിന്നതയോ ഉണ്ടാക്കുകയോ വോട്ട് ചോദിക്കുകയോ ചെയ്യരുത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൈതാനം രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കോ റാലികൾക്കോ ഉപയോഗിക്കരുത്. പൊതുയോഗങ്ങളുടെ സ്ഥലവും സമയവും മുൻകൂട്ടി പോലീസിനെ അറിയിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക ഗർഭാശയ ഗള ക്യാൻസർ നിർമ്മാർജ്ജന ദിനം. ഗർഭാശയ ഗള ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും നിശ്ചിത ദിവസങ്ങളിൽ ക്യാൻസർ പരിശോധനാ സൌകര്യം ലഭ്യമാണെന്നും ഈ രോഗനിർണയ സൌകര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. വൃശ്ചിക മാസ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്ന് 70,000 പേർ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. വൃശ്ചികം 1 ഇന്ന് പുലർച്ചെ 3 പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശബരിമല നട തുറന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. രാവിലെ 3 നട തുറന്ന് ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശന സമയം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ പമ്പയിൽ മുങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ ഭക്തർ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ അപസ്മാര ദിനം. അപസ്മാരം വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്. മസ്തിഷ്കത്തിന്റെ ക്രമരഹിതമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന നാഡീവ്യൂഹ സംബന്ധമായ അവസ്ഥയാണ് അപസ്മാരം. അപസ്മാരം മരുന്നിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. അപൂർവമായി ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ് അപസ്മാരത്തിനുള്ളത്. 2018 രാജ്യത്തെ കണക്കുപ്രകാരം ലോകത്ത് 7 കോടി അപസ്മാര ബാധിതരുണ്ട്. ഇതിൽ 1.2 കോടിയിലധികം പേർ ഇന്ത്യക്കാരാണ്. ഡോക്ടർ നിർമ്മൽ സൂര്യ 2009 ആരംഭിച്ച എപ്പിലെപ്സി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ് ആദ്യമായി ദേശീയ അപസ്മാര ദിനാചരണം ആചരിച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അടുത്ത 2-3 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡ്, മധ്യ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, വിദർഭ എന്നിവിടങ്ങളിൽ അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുബായ് എയർ ഷോ 2025 ഇന്ന് UAEയിൽ ആരംഭിക്കും. 2 ദിവസത്തെ പരിപാടിയിൽ ഇന്ത്യയുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിനും LCA തേജസിനുമൊപ്പം ഇന്ത്യൻ വ്യോമസേനയും പങ്കെടുക്കും. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് നയിക്കും. സന്ദർശനവേളയിൽ UAE പ്രതിരോധ സഹമന്ത്രിയുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. UAE, ഓസ്ട്രേലിയ, USA, ബ്രസീൽ, UK, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള 50ഓളം വ്യവസായ കമ്പനികളുമായി വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം പങ്കെടുക്കും. GT ഓപ്പൺ ഇൻഡോർ വേൾഡ് സീരീസ് അമ്പെയ്ത്തിലെ പുരുഷ കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യൻ താരം കുശാൽ ദലാലിന് സ്വർണം. ലക്സംബർഗിൽ നടന്ന മത്സരത്തിൽ മുൻ ലോക 1-ാം നമ്പർ താരമായ USന്റെ സ്റ്റീഫൻ ഹാൻസനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഗണേഷ് മണിരത്നം തിരുമുരു അണ്ടർ 21 പുരുഷ കോമ്പൌണ്ട് വിഭാഗത്തിൽ വെങ്കല മെഡലും നേടി. ഫിഡെ ലോകകപ്പ് ചെസ്സിൽ 5ാം റൌണ്ട് ടൈ ബ്രേക്ക് മത്സരങ്ങളിൽ P. ഹരികൃഷ്ണൻ പരാജയപ്പെട്ടു. മെക്സിക്കോയുടെ ജോസ് മാർട്ടിനസ് അൽക്കാൻഡരോയോടെയാണ് പരാജയപ്പെട്ടത്. ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എരിഗൈസി മാത്രമാണ് ക്വാർട്ടർ ഫൈനലിൽ അവശേഷിക്കുന്ന ഏക ഇന്ത്യൻ താരം. ഗോവയിലെ പനാജിയിലാണ് മത്സരം. ATP ടെന്നീസ് കിരീടം ഇറ്റാലിയൻ താരം ജാനിക് സിന്നറിന്. സ്പാനിഷ് താരം കാർലോസ് അൽക്കരാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട കശ്മീർ സ്വദേശി അറസ്റ്റിൽ. അന്വേഷണം ഊർജിതമാക്കി ദേശീയ അന്വേഷണ ഏജൻസി. ഹരിയാനയിൽ ഇന്ന് നടക്കുന്ന വടക്കൻ മേഖലാ കൌൺസിൽ യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ബീഹാർ നിയമസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 243 അംഗങ്ങളുടെ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി. കേരളത്തിൽ കണ്ണൂരിലെ ബൂത്ത് ലെവൽ ഓഫീസറുടെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മരണം SIRുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം മൂലമല്ലെന്ന് ജില്ലാ കളക്ടർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. GT ഓപ്പൺ ഇൻഡോർ വേൾഡ് സീരീസ് അമ്പെയ്ത്തിലെ പുരുഷ കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യൻ താരം കുശാൽ ദലാലിന് സ്വർണം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.